ഹലോ ഗൈസ്, പ്രീമിയം ലക്ഷറി കാറുകളെല്ലാം ഇപ്പോൾ ഭയങ്കര ചീപ്പ് റേറ്റിൽ നമ്മുടെ ഡൽഹി മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാധ്യമങ്ങളും അതുപോലെ തന്നെ യൂട്യൂബേഴ്സ് എല്ലാം പോസ്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടായിരുന്നു. ഇനി ജെനുവിനിറ്റി എന്തുമാത്രം എന്നുള്ളത് നോക്കിയതിന് ശേഷം വേണം നമ്മൾ പോകാനായിട്ട്, അല്ലെങ്കിൽ ഓൾറെഡി കുറേ പേര് ഇപ്പോൾ പോയിട്ടുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചിട്ടും ഇത് ജെനുവിൻ ആണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം പോകാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ പോയി വരുന്നത് വെറുതെ ആയിട്ട് വരും. അപ്പോൾ ഇപ്പോൾ ഇത് ഈ ഒരു സ്ക്രാപ്പേജ് പോളിസി കഴിഞ്ഞ ദിവസം അല്ല ഡൽഹിയിൽ വന്നത്, പണ്ട് തൊട്ടേ ഉള്ളതാണ്. അതായത് ഡീസൽ വാഹനങ്ങൾ 10 വർഷവും പെട്രോൾ വാഹനങ്ങൾ 15 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ക്രാപ്പേജ് ചെയ്യണമെന്നുള്ളത്, റോട്ടിൽ ഇറക്കാൻ പാടില്ലെന്നായിരുന്നു. ഇപ്പോൾ ചേഞ്ചസ് വന്നേക്കുന്നത് ഫ്യൂവൽ പമ്പിൽ നിന്ന് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ പമ്പിൽ നമുക്ക് AI ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇൻഫർമേഷൻ പോകും. ഇത്രയുള്ള വ്യത്യാസമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ഈ ഒരു കാരണത്താൽ പെട്ടെന്ന് ഭയങ്കര ചീപ്പ് റേറ്റിൽ പ്രീമിയം ലക്ഷറി കാറുകൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കിട്ടാനുള്ള യാതൊരു ചാൻസും ഞാൻ കാണുന്നില്ല. അതുപോലെ തന്നെ ഡിമാൻഡ് കൂടുന്നതനുസരിച്ചിട്ട് സപ്ലൈ കൂടിയാലും ഡിമാൻഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസസിൽ വ്യത്യാസങ്ങളൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ ഡിമാൻഡ് കുറവും സപ്ലൈ കൂടുമ്പോഴാണല്ലോ ഏതൊരു പ്രൊഡക്റ്റിനാണെങ്കിലും നമുക്ക് അതിൻ്റെ പ്രൈസ് കുറയാം, അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് കുറച്ച് സെല്ല് ചെയ്യാൻ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നില്ല ഡൽഹിയിൽ ഒരിടത്ത് ഇങ്ങനെ വന്നെന്ന് പറഞ്ഞിട്ട് ബാഗോളിൻ്റെ പണ്ട് തൊട്ടിട്ട് എല്ലാവരും ചെയ്ത് ഇഷ്ടം പോലെ കാറുകൾ ചെയ്ത് ബാക്കി സംസ്ഥാനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും അത് തന്നെ കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ ഈ ഒരു കാരണത്താൽ ഈ ടി വിയിലെല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന വെച്ചിട്ട് ഇത്രയും നമുക്ക് പ്രൈസ് എക്സ്പെൻസീവ് കാറുകൾ വളരെ ചീപ്പ് റേറ്റുകളിൽ കൊടുത്തപ്പെടുമെന്നുള്ളതിനകത്ത് എന്തുമാത്രം ജെന്യൂനിറ്റി ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് പോകുന്നതായിരിക്കും നിങ്ങളുടെയൊക്കെ നല്ലത്.